ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ വളരെ ഹൃദ്യമായി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാത്രിയിലത്തെ നമ്മുടെ സവിശേഷ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം, 39, 38 വാക്യങ്ങൾ ശബ്ദമുയർത്തി ആമേൻ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി ആമേൻ, സ്തോത്രം, 16-ാം അധ്യായം അതിൻ്റെ 37, 38 വാക്യങ്ങൾ. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോമാ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ട് ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്ന് പട്ടണം വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. അവർ തടവ് വിട്ട് ലുദിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോമ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ടു ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞു. സ്തോത്രം. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് എന്നും എക്കാലത്തും ആത്മാവിൽ ധൈര്യപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് ആമേൻ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങിയ സംഭവം എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ, ആമേൻ, സ്തോത്രം, ആമേൻ, വേദനയുടെ നടുവിൽ ദൈവത്തെ അവർ അർദ്ധരാത്രിയിൽ പാടി ആരാധിച്ച് സ്തുതിച്ചപ്പോൾ എന്തു സംഭവിച്ചു? ദൈവം കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുക്കി. തുടർന്ന് അവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. എന്താ? സ്തോത്രം. ആമേൻ, കാവൽക്കാരൻ ആമേൻ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ ആമേൻ, സ്തോത്രം, ഇത് തുറന്നിരിക്കുന്നത് കണ്ടു. എന്ത് തുറന്നിരിക്കുന്നത് കണ്ടു? കാരാഗൃഹം തുറന്നിരിക്കുന്നത് കണ്ടു. വെളിച്ചം ചോദിച്ച് മുമ്പോട്ട് പോകുന്ന യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. തുടർന്ന് സുവിശേഷം കേട്ട് കാരാഗൃഹ പ്രമാണിയും കുടുംബവും, സ്തോത്രം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ. അവിടെ നമ്മൾ 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. സ്തോത്രം. ആമേൻ. വളരെ സന്തോഷം തരുന്ന വേദഭാഗങ്ങളാണ്. എന്നാൽ ഈ രാത്രി ആ ഭാഗത്തോട്ടല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു പദമാണ് ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. തുടർന്ന് നമ്മളിങ്ങനെ താഴോട്ട് വായിക്കുമ്പോഴാണ് കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോമ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ട് ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞു. സ്തോത്രം. അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ 35 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 35 മുതൽ. നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു. കാരാഗൃഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവീൻ എന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ, ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ. അപ്പം ഇവിടുത്തെ പ്രസക്തമായ വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. സ്തോത്രം. നമ്മളായിരുന്നെങ്കിൽ സമാധാനത്തോടെ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തേനെയും? ഓക്കെ, സ്തോത്രം, വളരെ നന്ദിയുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും ഒരു കുടുംബമൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സ്തോത്രം ചെയ്ത് ആരും അറിയാതെ അങ്ങ് പോയേനെ. പക്ഷേ ഇവിടെ പൗലോസ് പറയുക, അങ്ങനെ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പൗരത്വമുള്ളവനല്ല ഞാൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു സാധാരണ വ്യക്തിയല്ല ഞാൻ, മറിച്ച് ഞാൻ റോമ ഗവൺമെൻറ്റിൻ്റെ പൗരത്വമുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ. പരസ്യമായി ഞങ്ങളെ അടിച്ചു കൊണ്ടുവന്നു. ആമേൻ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ റോമ പൗരന്മാരാണെന്ന് അറിഞ്ഞപ്പോൾ രഹസ്യത്തിൽ അങ്ങ് ഒഴിവാക്കാമെന്നാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ നടക്കത്തില്ല. ആരാണോ ഞങ്ങളെ പരസ്യമായി ആക്ഷേപിച്ചത്, ആരാണോ ഞങ്ങളെ പരസ്യമായിട്ട് അടിച്ചത്, ആരാണോ ഞങ്ങളുടെ വസ്ത്രം വലിച്ച് കീറാൻ ഓർഡർ ഇട്ടത്, അവർ വന്ന് ഞങ്ങളോട് സംസാരിച്ച് സമാധാനം ഉണ്ടാക്കി ഞങ്ങളെ പുറത്തു വിടണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതാണ് പൗരത്വത്തിൻ്റെ വില. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ മറക്കരുത്, നമ്മളും ഒരു പൗരത്വം വഹിക്കുന്നവരാണ്.
ഏത് പൗരത്വമാ? ഇന്ത്യൻ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് എവിടെ ചെന്നാലും അവർ പറയും നമ്മൾ ഏത് പൗരന്മാരാ? നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്. അതെ, നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്. പക്ഷേ വേദപുസ്തകം നമുക്കൊരു പൗരത്വം തരുന്നുണ്ട്. ആ പൗരത്വത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെ റോമ ഗവൺമെന്റിന്റെ പൗരന്മാർ എന്ന് കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു. കാരണം ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ ആമേൻ സ്തോത്രം, ഒത്തിരി ശക്തമായ ദൂത് ആമേൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഭാഗത്ത് ഇടപെടുകയുണ്ടായി. സ്തോത്രം. റോമ പൗരത്വം വളരെ പദവി കൊടുക്കുന്ന പൗരത്വമാണ്. നമ്മുടെ ഈ സാധാരണ പോലെയുള്ള പൗരത്വമല്ല. റോമ പൗരനാണെന്ന് പറഞ്ഞാൽ പലവിധ ആമേൻ ആനുകൂല്യങ്ങളും പലവിധമുള്ള അധികാരങ്ങളും ഒരു ഗവൺമെൻറ് അവിടുത്തെ പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അല്പസമയം വചനം ചിന്തിച്ച് നമ്മൾ വേഗം കയറാൻ പോകുക തിരുവത്താഴ ശുശ്രൂഷയിലേക്ക്. ശ്രദ്ധിച്ചേ, പ്രവർത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 29 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. അടുത്ത വാക്യം, ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഈ മനുഷ്യൻ റോമ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. സഹസ്രാധിപൻ വന്നു, നീ റോമ പൗരൻ തന്നെയോ എന്നോട് പറക എന്ന് ചോദിച്ചതിന് അതെ എന്നവൻ പറഞ്ഞു, ഞാൻ ഏറിയ മുതൽ കൊടുത്തു ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞു. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമ പൗരനെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചത് കൊണ്ട്, നോക്കിക്കേ, ഒരു റോമ പൗരൻ്റെ പദവി നിങ്ങൾ ശ്രദ്ധിച്ചോ. കാരണം എന്നാ? ആമേൻ, നിങ്ങൾക്കറിയാമോ, റോമ പൗരന്മാർക്ക് അവരുടെ രാജ്യം അനുവദിക്കാതെ ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ മറ്റൊരു രാജ്യത്തിന് അവകാശമില്ല. നമ്മൾ ആ ഭാഗമാണ് വായിക്കുന്നത്. സ്തോത്രം. ആമേൻ. സഹസ്രാധിപൻ പറയുകയാണ്, ഞാൻ ഏറിയ മുതൽ കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പം ചിലർ നമ്മുടെ മലയാളികളുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൗരത്വം സ്വീകരിച്ചവരുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ കാശ് മുടക്കിയാണ് ആര്? സഹസ്രാധിപൻ റോമ പൗരത്വം വാങ്ങിച്ചു. അപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ആ പൗരത്വത്തിൻ്റെ ശക്തി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതിൻ്റെ കൂടെ വരണേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേ വളരെ മുതൽ മുടക്കി. സ്തോത്രം. അപ്പം അത്രയ്ക്ക് ശക്തമാണ് റോമ പൗരത്വം. ആമേൻ. അവിടെ പറയുക, ആമേൻ സ്തോത്രം, ഭേദ്യം ചെയ്യാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. എപ്പോഴാ? ഇവന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടപ്പോൾ. ഗ്ലോറി. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടപ്പോൾ അവനെ ഭേദ്യം ചെയ്യാൻ നിന്നവർ, ഇന്ന് രാത്രി ഒരു ദൂത് അതിനകത്ത് കിടപ്പില്ലേ? മനസ്സിലാകുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി നീ ആരാണെന്ന് നിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കുമ്പോൾ ആമേൻ ഭേദ്യം ചെയ്യാൻ നിൽക്കുന്നവർ ആമേൻ തന്നെ വിട്ടുമാറും. ആ നിലവാരത്തിലേക്ക് ഇന്ന് രാത്രി ദൈവസഭ വന്നെന്ന് കാരണം. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഭേദ്യം ചെയ്യാൻ നിന്നവർ മാറണമെന്ന് പറയേണ്ട ആവശ്യം വന്നില്ല, തള്ളി മാറ്റിയില്ല. ഐഡന്റിറ്റി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭേദ്യം ചെയ്യാൻ നിന്നവർ അവനെ വിട്ടുമാറി. അടുത്തത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച്, സഹസ്രാധിപനും ആമേൻ അവൻ റോമ പൗരൻ എന്ന് പറഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. ഞാൻ ഈ റോമ പൗരത്വത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയാം. സ്തോത്രം. ഈ റോമ പൗരത്വമുള്ള വ്യക്തിയെ റോമൻ നിയമം അനുസരിച്ച് മാത്രമേ വിധിക്കാൻ അനുവാദമുള്ളൂ. അന്നത്തെ ഏറ്റവും ടോപ്പ് എംപർ ആണ് ആമേൻ, രാജ ഭരണമാണ് ഏത്? റോമ പൗര സ്തോത്രം ഭരണം. സ്തോത്രം. ആമേൻ. മറ്റൊരു പ്രൊവിഷൻസിലും റോമ പൗരത്വമുള്ള ഒരാളെ കൊണ്ടുവന്ന് വിധിക്കാനോ ചമ്മട്ടി കൊണ്ടടിക്കാനോ ആമേൻ മരണശിക്ഷ വിധിക്കാനോ ആർക്കും അനുവാദമില്ല. ഹല്ലേലൂയ. മാത്രമല്ല സ്തോത്രം, അത്രയ്ക്ക് ശക്തമായ ഒരു സുരക്ഷിതത്വമാണ് ആര് നൽകുന്നത്? റോമ പൗരന്മാർക്ക് ആ ഗവൺമെന്റ് കൊടുക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവൻ റോമ പൗരൻ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം ഭയപ്പെട്ടു.
ഈ പ്രവൃത്തികളുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് വന്ന് വായിച്ചാട്ടെ. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വേഗം. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട് യെരൂശലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ് ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നു. കൈസർ ആരാ? അന്നത്തെ റോമ സാമ്രാജ്യത്തിന്റെ അധിപൻ. സ്തോത്രം. ഞാൻ കൈസരുടെ മുൻപാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. മറ്റൊരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റൊരു അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് റോമ ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്ന ആ പദവിയിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ വിസ്തരിക്കേണ്ട, എനിക്കൊരു നിയമമുണ്ട്, എനിക്കൊരു ഗവൺമെന്റ് ഉണ്ട്. ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ആമേൻ. ഇന്ന് രാത്രി നിനക്കൊരു ഗവൺമെന്റ് ഉണ്ട്, നിനക്കൊരു രാജ്യമുണ്ട്, നിനക്കൊരു നിയമമുണ്ട്. അതുകൊണ്ടാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ആമേൻ, മാമൻ ജാതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ന്യായപ്രമാണമുള്ള ഒരു ജാതി. ഈ രാത്രി വിശ്വസിക്കുന്നവർ കർത്താവിൽ നിന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. നീ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ മറക്കരുത്, നിനക്കൊരു പൗരത്വമുണ്ട്. ആ പൗരത്വം നിനക്കൊരു സുരക്ഷിതത്വം തരുന്നുണ്ട്. അത് ഈ ലോകത്തിന്റെ ഏത് മുക്കിൽ മൂലയിൽ നീ ആയിരുന്നാലും ആത്മമണ്ഡലത്തിൽ നിന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. സ്തോത്രം. ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല, അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. ഞാൻ അന്യായം ചെയ്തു മരണയോഗ്യമായതും വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ ആർക്കും കഴിയുന്നതല്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫെസ്തോസ് തന്റെ ആലോചനാ സഭയോട് സംസാരിച്ചിട്ട്, കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു, കൈസരുടെ അടുക്കലേക്ക് നീ പോകുമെന്ന്. ശ്രദ്ധിച്ചോണേ. കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? കൈസരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. മനസ്സിലായോ? സ്തോത്രം. റോമ ഗവൺമെന്റിന്റെ പുറത്ത്, അവന്റെ അധികാരത്തിന് പുറത്ത് ഒരു റോമ പൗരനെ ചോദ്യം ചെയ്യാനോ ശിക്ഷ വിധിക്കാനോ ഹല്ലേലൂയ ഒരു രാജ്യ നിയമങ്ങൾക്കും അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പിയ ലേഖനം ഒന്നെടുത്തേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ സ്തോത്രം ആമേൻ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാണ്. ഇന്ന് രാത്രി നമുക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം. എന്താ ഉറപ്പ്? ഞാനും നിങ്ങളും ആമേൻ ആമേൻ ഒരു അനാഥ കൂട്ടമല്ല, മറിച്ച് നമുക്ക് ആമേൻ പൗരത്വം തന്നിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, നമുക്ക് പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ നിയമത്തിന്റെ കീഴിൽ നമ്മൾ സ്തോത്രം കീഴ്പ്പെട്ടു നിൽക്കുന്നിടത്തോളം കാലം ഒരു കാര്യം ഉറപ്പാ, ലോകത്തിന്റെ ശക്തികൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടോ ഇന്ന് രാത്രി? ഹല്ലേലൂയ. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആമേൻ വായ്കൾ തുറന്ന് കർത്താവിനോട് പറയുക, കർത്താവേ, ആ പൗരത്വം തന്നതിനായി സ്തോത്രം. അതുകൊണ്ട് ആ ഫിലിപ്പിയ സഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മൾ ഈ കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാ. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, കാരണം കർത്തൃമേശ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട്. ഒരു കാര്യം ഇന്ന് രാത്രി ഓർക്കുക, നമുക്കൊരു പൗരത്വമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമുണ്ട്. ഒരു സന്തോഷമില്ല നിങ്ങൾക്കത് കേട്ടിട്ട്? എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആലോചന കഴിക്കുന്ന ഒരു ഭരണകൂടമുണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആമേൻ നല്ലത് ചിന്തിക്കുന്ന ഒരു ഭരണകൂടമുണ്ട്.
സാത്താന്യ മണ്ഡലങ്ങൾ എനിക്കും നിങ്ങൾക്കുമെതിരെ തീയമ്പുകൾ അയക്കുമ്പോൾ ആമേൻ കൈകെട്ടി നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ അല്ല, ആമേൻ ഒരു സംവിധാനത്തെ അല്ല, ഒരു രാജ്യത്തിന്റെ അംഗമല്ല നമ്മൾ, മറിച്ച് എനിക്കും നിങ്ങൾക്കും സാത്താന്യ മണ്ഡലങ്ങൾ ഇരുട്ടിന്റെ അസ്ത്രം അയക്കുമ്പോൾ ഇറങ്ങി വന്ന് ഇടപെടുന്ന ഒരു രാജ്യത്തിലെ പൗരന്മാരാണ് നമ്മൾ. ഈ രാത്രി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ തലമുറയെ സൂക്ഷിക്കാൻ, എന്റെ കുടുംബത്തെ പരിപാലിക്കാൻ എനിക്കൊരു രാജാവുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഏത് മുക്കിൽ മൂലയിൽ നിന്റെ തലമുറ പോയാലും, ആമേൻ, ഈ ലോകത്തിന്റെ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, ഏത് ദിശ തെറ്റി മാറി ഓടിയാലും ഒരു കാര്യം ഉറപ്പാ, ആമേൻ, അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ കുടുംബം ആ ഭരണത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആമേൻ, എഫേസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നു, 2-ാം അധ്യായത്തിന്റെ 19, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ നമുക്കൊരു കാര്യം നിശ്ചയമായും അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നാട്ടിൽ പോകേണ്ടവരാണ്, അല്ലേ? സൂത്രം. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളല്ല നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളൂ. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കാനുള്ള ക്രമീകരണമാണോ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്? അതുകൊണ്ടല്ലേ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നത്. സൂത്രം. കാരണം എന്നാ? നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലെയാണ് കർത്താവ് നമ്മളോട് പഠിപ്പിക്കുന്നത്. സ്തോത്രം. നമുക്ക് പൗരത്വം എവിടാ? സ്തോത്രം. വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രി എത്ര പേർക്കൊരു ധൈര്യമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ഇവിടുള്ള എൻ്റെ ഇന്ത്യൻ എംബസി ഇടപെടുവാൻ കഴിയുമെങ്കിൽ, ആമേൻ, ഈ ഭൂമിയിൽ നീ സ്വർഗീയ പൗരത്വം പ്രാപിച്ച് ജീവിക്കുമ്പോൾ നിന്റെ ഒരു വിഷയമുണ്ടായാൽ, ആമേൻ, നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ, നിന്റെ അപേക്ഷയുടെ മുൻപിൽ 100% ഉറപ്പാ ആ രാജ്യം ഇടപെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ആമേൻ, ഒറ്റ കാര്യം മാത്രം, ആ ഒരു ധൈര്യം വിട്ടുകളയരുത്. എന്താ? എനിക്കൊരു പൗരത്വം എന്റെ ദൈവത്തിന്റെ രാജ്യത്തിലുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് പോകണം. സഹോദരം, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ചിന്തകളിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ആമേൻ, സ്തോത്രം. നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവരാജ്യം. ആമേൻ, സ്തോത്രം. നിങ്ങൾ ആ പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം, ആമേൻ, സ്തോത്രം, ആമേൻ, 16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ ഈ പൗരത്വമുള്ളവർക്ക് ചില പ്രത്യേകതകളുണ്ട്. സ്തോത്രം. അത് 16 മുതലുള്ള വാക്യങ്ങൾ അതൊന്ന് വായിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16 അതിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യരത്നായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. 18 ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഒറ്റ പദമാണ് ഇന്ന് രാത്രി മനസ്സിലാക്കണം ദൈവമക്കളെ. ദൈവിക സ്വർഗീയ പൗരത്വമുള്ളവന്റെ ഒരു ക്യാരക്ടറാണ് അവിടെ പറയുന്നത്. ആമേൻ. അവിടെ ഒരു പദം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് ഒന്ന് ഉറക്കെ പറഞ്ഞേ, മുഷിഞ്ഞു. എന്താ ഈ മുഷിഞ്ഞു എന്ന് പറഞ്ഞാൽ? നമുക്ക് ആകെപ്പാടെ മുഷിഞ്ഞു എന്ന് പറഞ്ഞൊക്കെ നമുക്ക് തുണിയോടെ ബന്ധപ്പെട്ട് അറിയില്ലേ? മുഷിഞ്ഞ വസ്ത്രം. സ്തോത്രം. അവിടെ അനോയിഡ് എന്നൊക്കെയാ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. മുഷിഞ്ഞു. പരിശുദ്ധാത്മാവിൽ സ്വർഗീയ പൗരത്വമുള്ള പൗലോസ് അവരോട് പറഞ്ഞ ദൂത് സത്യമല്ലേ? അല്ലേ? അത്യുന്നതന്റെ ദാസന്മാരാ, രക്ഷാമാർഗം. സ്തോത്രം. അവിടെ മെനി ഡേയ്സ് എന്നാ കൊടുത്തിരിക്കുന്നത്. മെനി ഡേയ്സ്. ആദ്യമൊക്കെ പൗലോസ് അങ്ങ് ക്ഷമിച്ചു. സ്തോത്രം. നമ്മുടെ കൂട്ടാ. സ്തോത്രം. കുറേ ദിവസങ്ങളായി ഇങ്ങനെ പുറകെ നടക്കുക. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ പുറകെ വന്നപ്പം പൗലോസിന്റെ അകത്ത് ആത്മാവിൽ അവൻ ഇറിറ്റേറ്റഡ് ആയി. സ്തോത്രം. അതാ അതിൻ്റെ അർത്ഥം.
നമുക്കാണെങ്കിൽ ഏത് ദൂത് കേട്ടാലും ഒരു പ്രശ്നവും ഇല്ല. സ്തോത്രം. കേൾക്കാൻ മാത്രമാണ് നമ്മൾ കുത്തിയിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ഓർത്തോണം, സോഴ്സ് എവിടുന്നാന്ന് ഓർത്തോണം. ഞാൻ പല സന്ദർഭങ്ങളിൽ എനിക്കുണ്ടായ അനുഭവം പറയാം. ചിലർ അന്യഭാഷ പറയുമ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നാറുണ്ട്. ചില ആരാധനകളിൽ ചെന്നിരിക്കുമ്പോൾ ചിലരടുത്തിരുന്ന് അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ സ്പിരിറ്റിൽ എന്ത് ചെയ്യും? നമുക്ക് ഇറിറ്റേഷൻ തോന്നും. അത് ആ പറയുന്ന വ്യക്തിയുടെ ഭാഷയുടെ ആ ഭംഗി കേട്ടിട്ടല്ല, നല്ല സുന്ദരം ഭാഷയാണ് പറയുന്നത്. പക്ഷേ അമേൻ അമേൻ അമേൻ. ഈ നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവ് മാത്രമല്ല മറുഭാഷ പറയുന്നേ. അറിയത്തില്ലല്ലയോ? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും മറുഭാഷ പറയുന്നത് ആത്മാവിലാണെന്നാണ്. സ്തോത്രം. ഒന്നുമല്ല. സ്തോത്രം. പക്ഷേ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ സംസാരിക്കുമ്പോൾ ഭാഷകൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നത്തില്ലെങ്കിലും പക്ഷേ ആത്മാവിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. എല്ലാ പ്രവചനങ്ങളും ഒരിക്കലും ചിന്തിക്കരുത് ആമേൻ പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നതെന്ന്. ഇവിടെ പറഞ്ഞത് കറക്റ്റ് ദൂതല്ലേ. എന്തോ നമ്മുടെ ഭാഷ പറഞ്ഞ പച്ചലയും കത്രികയും പോലുള്ള ദൂതെന്നൊക്കെ പറയാറില്ലയോ? കള്ളമാണോ പറഞ്ഞേ? അല്ല. അപ്പം പൗലോസ് അങ്ങ് ചിന്തിക്കുക, കൊള്ളാം, നല്ല പരിപാടിയാണ്, കാശ് കൊടുക്കാതെ നമ്മളെക്കുറിച്ച് 4 പബ്ലിസിറ്റി കിട്ടിക്കോട്ടെന്ന് പറഞ്ഞില്ല. പൗലോസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. ആ പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈദ്യൻ നമ്മുടെ അകത്തുണ്ടാകേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ് പൗലോസിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തി. എന്താ? ആമേൻ. അനാത്മീയമായി ഉയർന്നു വരുന്നത് ഇത് എന്ത് കൃത്യമായതായാലും അതിനെ ഒന്ന് ഖണ്ഡിച്ചു കളയാനുള്ള ഒരു അഭിഷേകം. സ്തോത്രം, സ്തോത്രം. എന്ത് കേട്ടാലും അങ്ങ് സ്വീകരിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രവചനത്തിനകത്ത് തെറ്റിപ്പോകുന്നത്. സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവേ, നിന്റെ ഹിതമല്ലാത്ത ഒരാൾ എൻ്റെ തലയെ കൈവെക്കരുത്. സ്തോത്രം. ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തികളും എൻ്റെ നേരെ ദൂത് പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ അഭിഷേകം പ്രാപിക്കാൻ കുതിച്ച് നടക്കുന്ന ഒരു സമയം. സ്തോത്രം. അഭിഷേകം പ്രാപിക്കാൻ ഞാനൊരു ഒരു രാത്രി പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം വേറെ ഏതോ ഒരു ഞാൻ ഓർക്കുന്നില്ല, വേറൊരു രാജ്യത്തു നിന്ന് ഒരു ശുശ്രൂഷകൻ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം അഭിഷേകം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയും, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് അന്ന് അഭിഷേകം കിട്ടിയില്ല. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ നടക്കേണ്ട വന്നേനെ. സ്തോത്രം. അന്നപ്പോൾ എനിക്ക് ഭയങ്കര ഭാരം തോന്നി. കാര്യം എന്നാ? എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം അഭിഷേകം കിട്ടിയില്ലല്ലോ. സ്തോത്രം. പക്ഷെ ഞാൻ അഭിഷേകം പ്രാപിച്ച എങ്ങനെ നിങ്ങൾക്കറിയാമോ? എങ്ങനാ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒറ്റയ്ക്ക് എൻ്റെ പ്രാർത്ഥനാമുറിയിലിരിക്കുമ്പോൾ ആരും തലേ കൈവെക്കാനില്ലായിരുന്നു, ആരും സ്തോത്രം പറയാനില്ലായിരുന്നു. ഞാൻ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നു. ഞാൻ പറയാം, അങ്ങനെ വരുന്ന അഭിഷേകത്തെ വിളിക്കുന്ന പേരാണ് റോയൽ അനോയിന്റിങ്. ആരുടെയും കൈവെപ്പിലല്ല അഭിഷേകം പ്രാപിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ അഭിഷേകം നിലനിൽക്കും. ഈ രാത്രി എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ആമേൻ, സ്തോത്രം, ഒരു അസാധാരണമായ ദൈവകൃപ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് എനിക്ക് പ്രാപിക്കണം. ആമേൻ. ദുരാത്മ മണ്ഡലങ്ങൾ അഴിച്ചുവിടുന്ന അന്തരീക്ഷമല്ല സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത്. ദുരാത്മ മണ്ഡലങ്ങൾ ആഗ്രഹിക്കുന്ന ദൂതുകളല്ല സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത്, പരിശുദ്ധാത്മാവിലുള്ള ദൂതുകൾ. അപ്പൊ ഒരു പ്രശ്നമുണ്ട് പ്രിയരെ, പരിശുദ്ധാത്മാവിൽ വരുന്ന ദൂതുകൾ മുറിപ്പെടുത്തും. കേട്ടോ? എന്തോ പാപം ചെയ്തിട്ടും വന്നിരുന്നിട്ട് ദൂത് കേൾക്കുന്ന ദൂത് സൂക്ഷിച്ചോണം. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്, അവൻ പത്രോസ് എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ ചിലർക്ക് കുത്തുകൊണ്ടു. നിങ്ങൾ ചിന്തിക്കരുത് മനഃപൂർവ്വം കുത്തുന്നതാണെന്ന്. പരിശുദ്ധാത്മാവ് വചനത്തിൽ തെളിവ് തന്നിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കറക്റ്റ് ചെയ്യപ്പെടാത്ത മേഖലകൾ വചനത്തിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുന്നെങ്കിൽ അവിടെ വീണ് ദൈവത്തോട് ക്ഷമ ചോദിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. അല്ലാതെ
അതിൻ്റെ നേരെ മറുതലിച്ച് അതിനെ കേൾക്കാതെ അതിനെ മുഖവിലക്കെടുക്കാതെ പോയാൽ ചില നാളുകൾ ആമേൻ, ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെയൊക്കെ ഫാൻ പോലെ പവർ പോയാലും കുറെ നേരം കിടന്ന് കറങ്ങും. പക്ഷേ കറക്കം കണ്ടാൽ തോന്നും പുറകിൽ പവർ ഉണ്ടെന്ന്. പക്ഷെ ചില മണിക്കൂറുകൾ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അത് നിലയ്ക്കുന്നത് പോലെ ദൈവകൃപയിൽ നിന്ന് നീ അന്യപ്പെട്ട് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നീ നിശ്ചലമായി പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തോ ചെയ്യണം? വചനത്തിന്റെ മുൻപിൽ, ദൈവാലോചനയുടെ മുൻപിൽ സമർപ്പിക്കണം. ഇവിടെ ശ്രദ്ധിച്ചേ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാ. സ്വർഗീയ പൗരനായ പൗലോസ് ചില നാളുകളൊക്കെ സഹിച്ചു. പക്ഷേ ഇതങ്ങോട്ട് വർദ്ധിച്ചു വന്നപ്പോൾ അവൻ്റെ അകത്തൊരു ഇറിറ്റേഷൻ ഉണ്ടായി. ഞാൻ ആ മുഷീക എന്ന പദത്തെ ഒന്ന് പഠിച്ചപ്പോൾ ആമേൻ സ്തോത്രം, ഡിയപ്നോമായി എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഡിയപ്നോമ എന്ന പദം, അതിൻ്റെ അർത്ഥം അക്കംപ്ലിഷ് വിത്ത് ഗ്രേറ്റ് ലേബർ. പെയിൻ എന്തുവാ? പ്രസവവേദന അല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അസാധാരണമായ ഒരു പെയിൻ ആർക്കുണ്ടായി? പൗലോസിന്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ കിടന്ന് സ്വോത്രം പറയാൻ പോകരുത്. ആത്മാവിൽ തിരിച്ചറിയാൻ ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ആമേൻ സ്തോത്രം. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിങ്ങൾ ഓർക്കരുതേ, നിങ്ങൾ ചിന്തിക്കരുതേ. ഇവിടെ സഭായോഗം നടക്കുമ്പോൾ ആമേൻ പിശാച് അങ്ങ് ഏതാണ്ട് 10-20 കിലോമീറ്റർ അപ്പുറത്താണ്. ഒന്നും ചിന്തിക്കരുത്. ഇതിനകത്തിരിക്കുന്ന പലരോടും ആമേൻ ഏതെങ്കിലും വിധത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, ആമേൻ ദൈവസന്നിധിയിൽ ഏകാഗ്രത നശിപ്പിക്കാൻ പിശാച് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കും. കാരണം എന്നാ? ദൈവകൃപ പ്രാപിച്ചാൽ നീ വിടുവിക്കപ്പെടുമെന്ന് പിശാചിനറിയാം. അങ്ങനെയുള്ള പോരാട്ടങ്ങൾ വരുമ്പോൾ പിന്നെയും ചുമ്മാ അതിന് അടിമപ്പെട്ടു പോകാതെ അകത്തൊരു പെയിൻ ഉണ്ടാകണം. എന്തിനാ? എന്റെ ദൈവത്തിന്റെ അഭിഷേകത്തെ തടയുന്ന, പരിശുദ്ധാത്മാവിന്റെ കൃപയെ തടയുന്ന ഒരു വ്യാപാരവും എന്റെ ആരാധനയിൽ വെളിപ്പെടരുത്. ചിലത് കേൾക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവണം. എന്തുവാ? ഞാൻ പറയാം, അകത്ത് കൃപയുള്ള ദൈവമക്കൾ, അകത്ത് അഭിഷേകമുള്ള ദൈവമക്കൾ ആമേൻ സ്തോത്രം കുറ്റം പറയുന്നത് കേൾക്കുമ്പം അതിനോട് ചേർന്ന് നിൽക്കത്തില്ല. കാരണം അകത്ത് പെയിൻ ഉണ്ടാകും. അതാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അകത്ത് ദൈവകൃപയുള്ള ദൈവമക്കൾ ആമേൻ പരിദൂഷണം പറയുമ്പോൾ ആമേൻ അതിനോട് ചേർന്ന് നിൽക്കത്തില്ല. കാരണം എന്നാ? അവന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. അതിനോട് ചേർന്ന് പോകുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മീയത്തെ ഒന്ന് ശോധന ചെയ്തോണം. അതിനകത്തൊരു സന്തോഷം തോന്നുന്നെങ്കിൽ സൂക്ഷിച്ചോണം, അപകടത്തിലോട്ടാ പോകുന്നേ. ഇവര് പറഞ്ഞത് കള്ളവല്ല, ഇവര് പറഞ്ഞത് ദൈവത്തിന് ദൂത, അത്യുന്നതന്റെ ദാസന്മാരാ. അവര് വേറെ കുറ്റമൊന്നും പറഞ്ഞില്ല. പക്ഷേ ആത്മാവിൽ പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് മുഷിഞ്ഞു. എന്നിട്ട് അടുത്ത വാക്ക് എന്നെ എഴുതിയിരിക്കുന്നേ, തിരിഞ്ഞു നോക്കി. സ്തോത്രം. കേട്ടോ, അങ്ങനെ ഒരു പെയിൻ അകത്തുണ്ടായാൽ, നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറകളോട്, എൻ്റെ തലമുറകളുടെ ജീവിതത്തിനകത്ത്, എൻ്റെ സഭയിൽ, എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് ദൈവഹിതമല്ലാത്ത ആലോചനകളിട്ട് വിതയ്ക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ വെല്ലുവിളികളെ ശാസിക്കാൻ ഒരു പെയിൻ എൻ്റെ അകത്ത് തരണം. ആ പെയിനിനകത്ത് ഞാനൊരു കാര്യം പറയാം, അതിനകത്ത് അധികാരമുണ്ട്. ആ പെയിനിനകത്ത് അധികാരമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ചില സമയം അന്യഭാഷ പറഞ്ഞ് ആ വിഷയത്തെ ശാസിച്ചാൽ അവിടെ ആ വിഷയം പര്യവസാനിക്കും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ നാവിന്റെ മേൽ അധികാരമുണ്ട്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ നാവിന്റെ മേൽ അധികാരമുണ്ട്. ഏത് വിഷയമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ രാത്രി പെയിൻ ഏറ്റെടുത്ത് ശാസിക്കുക. ചുമ്മാതെ ശാസിക്കാൻ പോവല്ലേ? ചുമ്മാതെ ശാസിക്കാൻ എന്തോ ചെയ്യണം? ആത്മാവിൽ ഇങ്ങനെ എനർജിയായി കയറി വരണം. ആ പെയിനകത്ത് കയറുമ്പോൾ ശാസിക്കണം, അത് വിട്ടുപോകും. അവളെ അല്ല ശാസിച്ചത്, മറിച്ച് അവളിലുള്ള ഭൂതത്തെ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ഒരു പെയിൻ ഉണ്ടാകണം.
എനിക്ക് പിശാചിൻ്റെ ചരക്ക് വേണ്ട, എനിക്ക് പിശാചിൻ്റെ ആലോചന വേണ്ട, എനിക്കത് എത്ര നന്മയുള്ളതായാലും എനിക്ക് വേണ്ട. എന്തോ ചെയ്യണം? ആത്മാവിൽ അധികാരം ഏറ്റെടുത്ത് ശാസിച്ച് പുറത്താക്കിക്കോണം. ഒരു പ്രവാചകനും വരണ്ട. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അവകാശങ്ങൾ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിനകത്തെ സകല നന്മകളുടെ മേൽ പൂർണ്ണ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പൗരത്വം ഇന്ന് രാത്രി നമ്മുടെ മേലുണ്ട്. ഏത് പൗരത്വം? സ്വർഗീയ പൗരത്വം. ആ പൗരത്വം നമുക്ക് ലഭിച്ചത് എങ്ങനെയാ? കാൽവറി ക്രൂശിലൂടെ. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാ. ആ പൗരത്വം നമുക്ക് ലഭിച്ചത് കാൽവറി ക്രൂശിലൂടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ആമേൻ, എന്നെ ആ ഭാഗത്ത് ഇങ്ങനെ ദൈവാത്മാവ് നിർത്തുക. സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ ചിലതിനെ നോക്കി ശാസിക്കാനൊരു കൃപ ദൈവത്തോട് ചോദിക്കണം. ആമേൻ. എല്ലാത്തിൻ്റെയും പുറകെ പോകരുത്, എല്ലാത്തെയും ആസ്വദിക്കാൻ പോകരുത്. ആമേൻ. മുഷിയുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ആമേൻ. ഞാൻ പറയാറില്ലേ, സ്തോത്രം, ആത്മാവിൽ ഡിസ്റ്റർബ് ആകണം, എങ്കിലേ ആത്മാവ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തുള്ളൂ. ആത്മാവിൽ എന്തോ വേണം? പറഞ്ഞേ. ഡിസ്റ്റർബ് ആകണം, ഒരു അസ്വസ്ഥത തോന്നണം. കാര്യം എന്താ? ആത്മാവ് അവിടെ കംഫോർട്ടല്ല. പരിശുദ്ധാത്മാവ് കംഫോർട്ടല്ല എന്നുള്ളതാണ് നമ്മളെ അറിയിക്കുന്നത്. ആ ഭാഗത്തോട്ട് പോകരുത്, ആ രീതിയിൽ ഇടപെടരുത്. അങ്ങനെ കംഫോർട്ടാകുന്ന അനുഭവത്തിലാണ് എന്ത് കാണിച്ചാലുമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം കുറവാണ്. സ്വാധീനമുള്ള ഒരു ദൈവവേദനാണെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള വിഷയത്തിലും നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകും. കണ്ണുകളെ അടയ്ക്കാം.